വചനോദയം. മാർക്കോസിന്റെ വിശുദ്ധ സുവിശേഷം അധ്യായം 2, 18 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങൾ. ഒരു സാബത്ത് ദിവസം അവൻ വിളഞ്ഞു കിടക്കുന്ന ഒരു വയലിലൂടെ പോവുകയായിരുന്നു. പോകുമ്പോൾ ശിഷ്യന്മാർ കതിരുകൾ പറിക്കാൻ തുടങ്ങി. ഫരിസയർ അവനോട് പറഞ്ഞു, സാബത്തിൽ നിഷിദ്ധമായത് അവർ ചെയ്യുന്നത് എന്തുകൊണ്ട്? അവൻ ചോദിച്ചു, ദാവീദും അനുചരന്മാരും കൈവശം ഒന്നുമില്ലാതെ വിശന്നു വലഞ്ഞപ്പോൾ എന്തു ചെയ്തുവെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അബിയാഥാർ പ്രധാന പുരോഹിതനായിരിക്കെ ദാവീദ് ദേവാലയത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ മറ്റാർക്കും ഭക്ഷിക്കാൻ അനുവാദമില്ലാത്ത കാഴ്ചയപ്പം ഭക്ഷിക്കുകയും കൂടെയുണ്ടായിരുന്നവർക്ക് കൊടുക്കുകയും ചെയ്തില്ലേ? അവൻ അവരോട് പറഞ്ഞു, സാബത്ത് മനുഷ്യനു വേണ്ടിയാണ്, മനുഷ്യൻ സാബത്തിനു വേണ്ടിയല്ല. മനുഷ്യപുത്രൻ സാബത്തിൻ്റെയും കർത്താവാണ്. വചന വിചിന്തനം. യോഹന്നാന്റെ ശിഷ്യന്മാരും ഫരിസേയരും ഉപവസിക്കുമ്പോൾ എന്തുകൊണ്ടാണ് യേശുവിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്ന ചോദ്യത്തിന് യേശു നൽകുന്ന മറുപടിയാണ് സുവിശേഷത്തിന്റെ പ്രമേയം. 3 രൂപകങ്ങളിലൂടെയാണ് ഫരിസേയരുടെ ചോദ്യത്തിന് യേശു മറുപടി നൽകുന്നത്. മണവാളൻ ഉള്ളപ്പോൾ മണവറ തോഴർക്ക് ഉപവസിക്കേണ്ടതില്ല. മണവാളൻ അവരിൽ നിന്ന് എടുക്കപ്പെടുമ്പോൾ അവർ ഉപവസിക്കും. വേറെ വാക്കുകളിൽ പറഞ്ഞാൽ, നാം പാപം ചെയ്യുമ്പോഴാണ് ഉപവസിക്കേണ്ടത്. അതുപോലെ പഴയ വസ്ത്രത്തിൽ പുതിയ കഷ്ണം തുന്നിപ്പിടിപ്പിക്കുന്ന രൂപകത്തിലൂടെയും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വെക്കുന്ന രൂപകത്തിലൂടെയും ക്രൈസ്തവ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന അപകടത്തിലേക്കാണ് യേശു വിരൽ ചൂണ്ടുന്നത്. ഇതിലൂടെ തുറന്ന മനസ്സും വിശാല ഹൃദയവും സ്വന്തമാക്കേണ്ടതിൻ്റെ ആവശ്യകത യേശു എടുത്തു പറയുന്നു. യേശു പഠിപ്പിക്കുന്ന പുതിയ പഠനങ്ങൾ യഹൂദരുടെ പരമ്പരാഗതമായ പഠനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. പുതിയത് തിരിച്ചറിയുവാനും ഉൾക്കൊള്ളുവാനുമുള്ള മനസ്സ് ഉണ്ടാകണം. പരമപ്രധാനമായി പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താൽ ലഭിക്കുന്ന പുതിയ ആശയങ്ങളോടും കാഴ്ചപ്പാടുകളോടും തുറവിയുണ്ടാകണം. അതുപോലെ പാപത്താൽ ക്രിസ്തുവിൽ നിന്ന് അകലുമ്പോൾ ഉപവാസം, പ്രാർത്ഥന, അനുതാപം എന്നിവയിലൂടെ നാം ആത്മീയ ശക്തി നേടണം.